ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിൽ കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. പ്രവീണും നെവിനും കൂടെ നിന്ന് അവിടെയുള്ള റേഷൻ വെച്ചിട്ട് കുക്കീസ് ഉണ്ടാക്കി പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. ആർക്കും കൊടുക്കുന്നില്ല കേട്ടോ. ആകെ കൂടെ കൊടുക്കുന്നത് അക്ബറിനാണ്. ഒരു ഉളുപ്പുമില്ലാതെ അക്ബർ അത് പങ്കുപറ്റുന്നുണ്ട്. എന്നിട്ട് അത് പൂട്ടി സൂക്ഷിച്ചു വെക്കാൻ ഒത്താശ ചെയ്യുന്നുണ്ട്. എന്ത് നാണം കെട്ട പരിപാടിയാണല്ലേ. റന ഫാത്തിമ പോയിട്ട് ഈ നാണം കെട്ടവന്മാരെ എല്ലാത്തിനെയും പൊക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു ഇഷ്യൂ ആവാൻ നേരത്ത് ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്, ഗോതമ്പ് എടുത്തിട്ടില്ല, ഉണ്ടാക്കിയിട്ടില്ല, പോന്ന് പറഞ്ഞിട്ട് ഉരുണ്ട് മെഴുകുവാണ്. ഈ പറഞ്ഞ ക്യാപ്റ്റൻ അഭിലാഷ് ഒക്കെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഒരക്ഷരം മിണ്ടുന്നില്ല, ലൈവ് കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. കാരണം ഈ രീതിയിൽ ഒരു തോന്നിയാസം കാണിക്കാൻ അഭിലാഷിന്റെയും ഒരു ഒത്താശ ഉണ്ടെന്നാണ് തോന്നുന്നത്. നാണം കെട്ട പരിപാടി എന്ന് പറയുന്നത് ഇത് ഈ കുക്കീസ് ഉണ്ടാക്കിയൊന്നുമല്ല. അനുമോൾ ഒരു ക്യാരറ്റ് എടുത്ത് തിന്നതിന് ഭൂകമ്പം ഉണ്ടാക്കിയ അതേ ആളുകൾ തന്നെയാണ് ഇങ്ങനെയുള്ള തോന്നിയാസം കാണിക്കുന്നത്. ഇതും പോട്ടെ എന്ന് വെക്കാം. പിന്നീട് അനുമോള് ചോറും പരിപ്പുകറിയും ഒഴിച്ച് കഴിക്കാൻ നേരത്ത് കറി തിരിച്ചൊഴിക്ക്, കറി എടുക്കരുത്, ചോറ് മാത്രമേ നീ ചോദിച്ചുള്ളല്ലോ, അത് മാത്രമേ നീ തിന്നാവൂ എന്ന് പറയുവാണ്. ഏതാണ് ഈ വേട്ടാവളിനൊക്കെ? ചോറിനോട് കറി കൂട്ടണ്ട, തിരിച്ചൊഴിക്കാനാണ് പറയുന്നത്. എന്ത് കിച്ചൺ ടീം ക്യാപ്റ്റനാണ് ഇവനൊക്കെ? ക്യാരറ്റ് എടുത്ത കേസിൽ അനുമോൾ കരയാത്തതാണ് പ്രവീണിന്റെ പ്രശ്നം. ഇത് പറയുന്നുണ്ട് കേട്ടോ. നീ എന്താണ് കരയാതിരുന്നത്? ക്യാരറ്റ് എടുത്തിട്ട് വഴക്ക് പറഞ്ഞ നീ എന്താണ് കരയാതിരുന്നത്? നെവിനും ഈ ഒരു കേസിൽ പ്രവീൺ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു പട്ടി സീൻ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അനുമോള് വിഷമാണെന്നാണ് നെവിൻ പറയുന്നത്. നെവിൻ കട്ടതിന്റെ ഒക്കെ പങ്ക് അനുമോളും പറ്റിയിട്ടുണ്ട് എന്നൊക്കെ. വെറുതെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ കുറെ തോന്നിവാസം നെവിൻ വിളിച്ചു പറയുന്നുണ്ട്. എന്നിട്ട് അത് കോമഡി ആവട്ടെ എന്ന് വെച്ചിട്ട് അല്ലേ എന്നും പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അനുമോള് കരയാത്തതാണ് പ്രശ്നം. ഇവരുടെ രണ്ടുപേരുടെയും പ്രശ്നം അതാണ്. അനുമോള് കരയാത്തതാണ് പ്രശ്നം, അല്ലാതെ വേറെ ഒരു രീതിയിലുള്ള ഒരു പ്രശ്നം അവിടെ ഇല്ല. ഒരാൾക്കെതിരെ നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ നമ്മൾ വിമർശിക്കുമ്പോൾ ആദ്യം നമ്മൾ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കണം. ഭക്ഷണം കൊടുക്കുന്നതിലൊക്കെ ഇമാതിരി പക്ഷാഭേദം കാണിക്കുന്ന പ്രവീൺ ഇവനാരാന്ന് എന്ന് വെച്ചാൽ ഇവന്റെ തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പരിപ്പ് വെച്ചിട്ടാണ് പരിപ്പ് കറി ഉണ്ടാക്കിയത്. അനുമോള് കരയാത്തതിന്റെ സൂക്കേടാണെങ്കിൽ ഒന്നും പറയാനില്ല. അനുമോള് പ്രവീണെ കരയിപ്പിക്കാതെ നോക്കിക്കും. അത് വരും ദിവസങ്ങളിൽ നമ്മൾ കാണാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, റന ഫാത്തിമ പ്രവീണെ കരയിപ്പിക്കുന്നത് കണ്ടതാണ്. അങ്ങനെയുള്ള ഒരു ഭൂലോക തോൽവിയാണ് കറി എടുക്കണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നത്. ചോറ് മാത്രം തിന്നാൽ മതി.